Hi friends, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിന്റെ ഡിസ്കൗണ്ടുകളെ കുറിച്ചും മറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ എക്സ്ട്രാ ബെനിഫിറ്റ് ഓഫർ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം തന്നെയാണ്. ബെനിഫിറ്റ് മാത്രമല്ല കുറച്ച് ഫാസ്റ്റായ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഫ്ലിപ്കാർട്ട് പ്ലസ്, ഫ്ലിപ്കാർട്ടിന്റെ ഫ്രീ കോയിൻസ് തുടങ്ങിയ കാര്യങ്ങളാണത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിന് എക്സ്ട്രാ ചിലവില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞുതരാം. നല്ല സമയം കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഈ പറയുന്ന എക്സ്ട്രാ ബെനിഫിറ്റിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഫ്ലിപ്കാർട്ട് പ്ലസ്, അതാണ് അതിൻ്റെ ഒന്നാമത്തെ പേര്, മെയിൻ ആയിട്ടുള്ള പേര്. ഈ ഫ്ലിപ്കാർട്ട് പ്ലസിലാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും, എക്സ്ട്രാ ബെനിഫിറ്റും എക്സ്ട്രാ സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നത്. ഫ്ലിപ്കാർട്ട് പ്ലസ് ഒരു വർഷത്തേക്ക് ഫ്രീ ആണ്. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വേണം പിന്നീട് ഈ ഫ്ലിപ്കാർട്ട് പ്ലസ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ. എന്ന് കരുതി ഒരു വർഷം ഉപയോഗിക്കുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നല്ല. ഒരു വർഷം ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വീണ്ടും വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഒരു വർഷക്കാലത്തേക്ക് നമുക്കിത് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് തുറന്നിട്ട് അതിനകത്ത് ഫ്ലിപ്കാർട്ട് പ്ലസ് ആക്ടിവേറ്റ് ചെയ്യാം. അത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് പിന്നെ ഫ്ലിപ്കാർട്ട് പ്ലസ് എന്ന പേരിലേക്ക് മാറും. അതിലത് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ബാക്കി പർച്ചേസും കാര്യങ്ങളും എല്ലാം നോർമലാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അതോടുകൂടി നമ്മൾ പ്ലസ് മെമ്പറായി. അതൊരു തരം മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി, ഇത് ഫ്രീ ആണ് കേട്ടോ, ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ഫ്രീ. അത് നമ്മൾ എടുക്കുന്നതോടുകൂടി നമുക്ക് കുറച്ചധികം ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്രീ ഡെലിവറിയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് എന്ന് പറയുന്നൊരു സംഭവം വരും. മിക്കവാറും പല പ്രൊഡക്റ്റിനും വരുന്നുണ്ട്. ഇത്തരം ഡെലിവറി ചാർജുകൾ ഈ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് വരില്ല. അത് ഫ്രീ ആയിട്ട് തന്നെ അവർ ഡെലിവറി തരും. സാധാരണ ഡെലിവറി ചിലപ്പോൾ 4-5 ദിവസം എടുക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ, ഒരു 5-6 ദിവസം എടുക്കുന്ന ഏരിയ ആണെങ്കിൽ, നമുക്ക് ഈ പ്ലസ് മെമ്പേഴ്സിന് അത് 2-3 ദിവസം കൊണ്ടൊക്കെ ഫാസ്റ്റ് ഡെലിവറി ആയിട്ട് നമുക്ക് കിട്ടും. സാധാരണ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ഈ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ സ്റ്റാൻഡേർഡ് ഡെലിവറി ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുക. ഫാസ്റ്റ് ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടി വരും. കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും ഈ ഫാസ്റ്റ് ഡെലിവറിക്ക് വേണ്ടി. പക്ഷേ പ്ലസ് മെമ്പർ ആണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഫാസ്റ്റ് ഡെലിവറി നമുക്ക് കിട്ടും. അപ്പോൾ പ്ലസ് മെമ്പേഴ്സ് ഓർഡർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ആവും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സർവീസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏർലി ആക്സസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കുറച്ച് നേരത്തെ നമുക്ക് ആക്സസ് കിട്ടും. എവിടേക്ക്? ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ അല്ലെങ്കിൽ ബിഗ് ഷോപ്പിംഗ് ഡേ എന്ന് പറയുന്ന സംഭവങ്ങൾക്കൊക്കെ. അങ്ങനെ അവരെന്തെങ്കിലും ഒരു ഓഫർ കാലയളവ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സംഭവങ്ങൾ നടത്തുമ്പോൾ സാധാരണ ഫ്ലിപ്കാർട്ട് കസ്റ്റമേഴ്സിന് അതിനകത്തേക്ക് ചെന്ന് ഓഫറുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ നമുക്ക്, അതിപ്പോൾ സാധാരണ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ട് 10-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ ഒരു ബിഗ് ബില്യൺ ഡേ കാലയളവ് വരികയാണെന്ന് വയ്ക്കുക. സാധാരണ എല്ലാ കസ്റ്റമേഴ്സിനും 10-ാം തീയതി തൊട്ട് അത് വാങ്ങിക്കാൻ സാധിക്കും. പ്ലസ് മെമ്പേഴ്സ് ആണെങ്കിൽ 9-ാം തീയതി തൊട്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു തുടങ്ങാം. എന്ന് വെച്ചാൽ കുറച്ച് ഐറ്റം മാത്രമുള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ പ്ലസ് മെമ്പേഴ്സിന് അത് വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേക ബെനിഫിറ്റും ഈ പ്ലസ് മെമ്പർഷിപ്പിന് ഉണ്ട്. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി വരുന്നത് സർവീസിൻ്റെ കാര്യത്തിലാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള സർവീസുകൾ, പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പിന്നെ ഉണ്ടാകുന്ന ആഫ്റ്റർ സെയിൽ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആ കൂട്ടത്തിൽ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പേഴ്സ് ആണ് നമ്മളെങ്കിൽ നമുക്ക് പ്രിയോറിറ്റി, മുൻഗണന കിട്ടും. നമ്മൾ എന്തെങ്കിലും കാര്യം വെച്ചാൽ നമുക്കായിരിക്കും ആദ്യം പ്രിയോറിറ്റി തരിക. നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തൊട്ടടുത്ത ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിലും സർവീസിൻ്റെ കാര്യത്തിലും നമുക്ക് മുൻഗണന കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ സർവീസിൻ്റെ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു കിട്ടുന്ന ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറയുന്നത് കോയിൻസ് ആണ്. ഫ്രീ കോയിൻസ്. ഫ്രീ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം പോയിന്റുകളാണ്. ഫോർ എക്സാമ്പിൾ 250 രൂപയുടെ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 250 രൂപയ്ക്ക് ഈ പ്ലസ് മെമ്പേഴ്സിന് 250 രൂപയ്ക്ക് ഒരു കോയിൻ കിട്ടും. കോയിൻ എന്ന് പറയുന്നത് ഒരു തരം പോയിന്റ് ആണ് കേട്ടോ. ആ പോയിന്റ് ഇവർ കോയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ കിട്ടും 250 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് 10 കോയിൻ കിട്ടണമെങ്കിൽ ഒരു 2500 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 കോയിൻ കിട്ടും. എന്നാൽ 5000 രൂപയുടെ പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നെങ്കിലോ അപ്പോഴും 10 കോയിൻ തന്നെ കിട്ടുള്ളൂ. അതിൻ്റെ കാരണം ഒരു പർച്ചേസിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം കോയിൻസ് എന്ന് പറയുന്നത് 10 കോയിനാണ്. അതിപ്പോൾ 10000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് 10 കോയിൻ തന്നെ ഒരു തവണ കിട്ടുള്ളൂ. മാക്സിമം കോയിൻസ് 10 എണ്ണമാണ്. ഇപ്പോൾ 500 രൂപയ്ക്ക് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് 2 കോയിൻ കിട്ടും. അപ്പോൾ 10 കോയിൻസാണ് മാക്സിമം. അങ്ങനെ കിട്ടുന്ന കോയിൻസ് എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യും. അങ്ങനെ കോയിൻസ് ആഡ് ചെയ്ത് വെച്ചിട്ട് അതൊരു 50 കോയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് റെഡീം ചെയ്യാം.
ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ടോ അങ്ങനെ എന്തായിട്ടോ ഇപ്പോൾ ഈ ബുക്ക് മൈ ഷോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇവരുടെ ഈ കോയിൻസ് റിഡീം ചെയ്ത് കൂപ്പൺ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വഴിക്കും ഈ ഡിസ്കൗണ്ടുകൾക്കൊക്കെ പുറമെ ഈ പറയുന്ന രീതിയിലും കോയിൻസിൻ്റെ രൂപത്തിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റുകൾ കിട്ടും. അപ്പോൾ ഇതും അതിൻ്റെ ഒരു വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കോയിൻസുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 50-ൽ പരം കോയിൻസ് ആയാൽ 50 മിനിമം 10 കോയിൻസുകൾ ആയാലാണ് റിഡീമിങ് നടക്കുകയുള്ളൂ. അതായത് അത് ക്യാഷാക്കി മാറ്റാൻ അല്ലെങ്കിൽ കൂപ്പണാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കോയിൻസ് ഒക്കെ ആഡ് ചെയ്ത് വരും. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ നോർമലായിട്ട് പർച്ചേസ് ചെയ്താൽ മതി. എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആയി കിടക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ അക്കൗണ്ട് തുറന്ന് നോക്കുക, 50 കോയിൻ ആയെന്ന് കണ്ടാൽ അത് നമുക്ക് ബുക്ക് മൈ ഷോ ടിക്കറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഗിഫ്റ്റ് വൗച്ചറായിട്ടോ ഒക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതിലൂടെ നമുക്ക് ഇതിലും നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതും ഫ്ലിപ്കാർട്ട് പ്ലസിൻ്റെ ഒരു എക്സ്ട്രാ ഗുണങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ സർവീസുകളും ഈ എക്സ്ട്രാ കോയിൻ സർവീസും എല്ലാം ഈ ഡിസ്കൗണ്ട് കാലയളവിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്ലിപ്കാർട്ട് പ്ലസ് എന്നുള്ള ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്യുക മാത്രമാണ്. ഒരു വർഷക്കാലത്തേക്ക് ഇത് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇത് വേണമെങ്കിൽ മാത്രമേ നമ്മളതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോഴേക്കത് ഫ്രീ ആണ്. ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വെറുതെ അതൊന്ന് വെറുതെ ആ പ്ലസ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സർവീസിൻ്റെ കാര്യത്തിലായാലും ഡെലിവറിയുടെ കാര്യത്തിലായാലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ സാധാ ഡിസ്കൗണ്ടുകൾക്ക് പുറമേ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിയിൽ പറയപ്പെടുന്ന ഫ്ലിപ്കാർട്ട് പ്ലസും ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്രീ കോയിൻസും. ഫ്രീ കോയിൻസ് കിട്ടണമെങ്കിൽ പ്ലസ് ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിച്ച് എക്സ്ട്രാ ബെനിഫിറ്റും കൂടി നേടിയെടുത്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.